Good morning once again. കേൾക്കുന്നില്ല പറയുന്നത്? Yes, sir. Okay. So ഇന്നലെ we were having the discussion with respect to damped free vibrations. So damped free vibrations in it. See, ultimately we reached at this particular equation. ഈ ബോക്സിലുള്ള ഇക്വേഷനിൽ നമ്മൾ അവസാനം എത്തിയത്. Does anyone remember what was this equation? ഈ ഇക്വേഷൻ എന്താണ് എന്നായിരിക്കും ഓർമ്മയുണ്ട്. What was this equation? Alpha 1 equal to this particular value. What was this one? ജിഷ്ണു സജീവൻ പറയൂ ഒന്ന്. എന്തായിരുന്നു ഈക്വേഷൻ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിവൺ? ആർക്കും അറിയില്ല? അക്ഷയ് കൃഷ്ണ? ഈ ഇക്വേഷൻ എന്തായിരുന്നു? വാട്ട് വാസ് ദിസ് ഇക്വേഷൻ? മോഡിഫൈഡ് ഗവേർണിംഗ് ഇക്വേഷൻ. മോഡിഫൈഡ് ഗവേർണിംഗ് ഇക്വേഷൻ ഇതാണ്. x double dot plus 2 zeta omega and x dot plus omega n square x equal to 0. This was the modified governing equation. ഇതെന്തായിരുന്നു? ഇത് എഴുതിയെടുത്തിട്ടുണ്ട് എല്ലാവരും? Yes, sir. See, damped free vibration നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടുന്ന we started from the first governing equation or the fundamental equation of motion, mx double dot plus cx dot plus kx equal to 0. This was our starting. Inertia force, damping force, spring force. ഇതിനെ ഡിഫറെന്റ് രീതിയിൽ റീറൈറ്റ് ചെയ്തിട്ട് we had the first general solution, x is equal to e raised to alpha t. ഇതിലെ ആർബിട്രറി വേരിയബിൾ ആണ് ആൽഫ. ഓർമ്മയുണ്ടോ? Yes, sir. We arrived at a quadratic equation in order to find the value of alpha. ആൽഫന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് എത്തിയത്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തായിരുന്നു? ആൽഫ സ്ക്വയർ പ്ലസ് സി ബൈ എം ആൽഫ പ്ലസ് കെ ബൈ എം, ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്തിയിരുന്നു. ആൻഡ് ആഫ്റ്റർ സോൾവിംഗ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എവിടെ എത്തി? വി ഫൗണ്ട് ഔട്ട് ദ വാല്യൂ ഓഫ് ആൽഫ. ഇവിടുന്നാണ് നമുക്ക് ആദ്യം ആൽഫന്റെ വാല്യൂ കിട്ടുന്നത്. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് we have two values for alpha, alpha 1 and 2. What was alpha 1 and 2? Minus c by 2m plus or minus square root of c by 2m whole square minus k by m. Since we are having two values for this alpha, this original general solution was modified into modification change. This was our equation number 5, where we have to end that particular derivation. Now, from this particular relation, which gives us the value of alpha 1, 2, we found out the damping factor or damping ratio. We found out different
റിലേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ഡാമ്പിംഗ് റേഷ്യോ. കുറെ റിലേഷൻസ് നമ്മൾ എഴുതി അല്ലെ. വാട്ട് വാസ് ഇനീഷ്യലി ഡാമ്പിംഗ് റേഷ്യോ എന്തായിരുന്നു? ഈ റാഡിക്കൽ, അതായത് ഈ സ്ക്വയർ റൂട്ട് ടേമിന്റെ റേഷ്യോ C/2m whole square divided by K/m. This was the fundamental equation for damping ratio. ഈ ഒറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. സോറി, സ്ക്വയർ റൂട്ട് അല്ല. ഇതിന് ഡിഫറെന്റ് റിലേഷൻസ് നമ്മൾ എഴുതി. ഒന്നിതായിരുന്നു C/2 into root of Km. Then damping constant നമ്മൾ ഡിഫറെന്റ് റിലേഷൻസ് ഉണ്ട്. 2 zeta root of Km 1. ഇതേ സിക്ക് നമ്മൾ എഴുതി 2 zeta m omega n. വീണ്ടും നമ്മൾ റീറൈറ്റ് എഴുതി C is equal to 2 zeta K by omega. All these are different relations involving damping ratio, damping constant, spring constant, natural frequency of vibration, mass. ഇതൊക്കെ ഇൻവോൾവ് ചെയ്ത ഡിഫറെന്റ് റിലേഷൻസ് ആണ് ഇത് മുഴുവൻ. ഈ റിലേഷൻസിലേക്ക് മുഴുവൻ നമ്മൾ എത്തിയത് എവിടുന്നാണ്? ബൈ ഡിഫൈനിങ് ഡാമ്പിംഗ് റേഷ്യോ. ഈ ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറഞ്ഞ ടേം ഡിഫൈൻ ചെയ്തിട്ട് ഈ വാല്യൂ ഓഫ് ആൽഫ എന്നാണ് നമ്മൾ ഈ ഡിഫറെന്റ് റിലേഷൻസിലെല്ലാം എത്തിയത്. ഈ ഫണ്ടമെന്റൽ ഇക്വേഷന്റെ മോഡിഫൈഡ് രീതിയിലേക്ക് നമ്മൾ എങ്ങനെ ഈ ഫണ്ടമെന്റൽ ഇക്വേഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് C/m into x dot plus K/m into x equal to 0. This was the fundamental equation. ഇതിന്റെ മോഡിഫൈഡ് രൂപത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിയത്? ഫോർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂസ് ഫോർ C/m and K/m. K/m ന് നമ്മൾ ഒമേഗ n സ്ക്വയർ, റൂട്ട് ഓഫ് K/m എന്ന് പറഞ്ഞാൽ ഒമേഗ n ആണ്. C/m ന് നമ്മൾ എങ്ങനെ എഴുതി? C/m ഈ ഇക്വേഷന് C/m is equal to 2 zeta omega n. ഈ ടെർമിനോളജീസ് ഈ ഫണ്ടമെന്റൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ മോഡിഫൈ ചെയ്തു. ഇപ്പൊ ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്താണ് ഇന്നലത്തെ ഡെറിവേഷന്റെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ എവിടെ വരെ എത്തിയത്, ആ പോയിന്റ് വരെ ജസ്റ്റ് റിവൈസ് ചെയ്യും. സോ ഇതിന്റെ മോഡിഫൈഡ് രൂപം എങ്ങനെ? എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് C/m ന് വരെ നമ്മൾ 2 zeta omega n multiplied by x dot plus K/m ന് വരെ omega n square into x equal to 0. This was the modified equation. ഈ മോഡിഫൈഡ് ഇക്വേഷൻ എഴുതിയ പോലെ തന്നെ ആ ജനറൽ സൊല്യൂഷൻ ആയിരുന്നു α12 is equal to minus C/2m plus or minus root of C/m 2m whole square minus K/m. ആ ഇക്വേഷനെ മോഡിഫൈ ചെയ്തു നമ്മൾ എങ്ങനെ? C/m equal to ഈ വാല്യൂ, K/m equal to omega n square കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഇവിടെ എത്തിയത്. Further we simplified the value of α12 into this format: minus beta plus or minus square root of beta square minus 1 whole multiplied by omega n. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഓർമ്മയുണ്ടോ? ഈ സ്റ്റെപ്സ് എല്ലാം ഓർമ്മയുണ്ടോ? So this was the fundamental equation. അതിനെ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് ഈ രീതിയിൽ ഫണ്ടമെന്റൽ ഇക്വേഷൻ എഴുതി. മോഡിഫൈയിങ് ദാറ്റ് ഇക്വേഷൻ വി അറൈവ്ഡ് അറ്റ് ദിസ് വൺ. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ സൊല്യൂഷൻ, അതായത് നമ്മളുടെ ജനറൽ സൊല്യൂഷൻ നമ്മൾ മറക്കാൻ പാടില്ല. ജനറൽ സൊല്യൂഷൻ വാസ് x is equal to a e raised to α1t plus b e raised to α2. ഇതായിരുന്നു ജനറൽ സൊല്യൂഷൻ. അതിലെ α1 and 2 ന്റെ വാല്യൂ ആണ് അഗെയിൻ മോഡിഫൈ ആയിട്ട് നമ്മൾ ഈ രീതിയിലേക്ക് എത്തിയത്. ഈ ഇക്വേഷന്റെ സിഗ്നിഫിക്കൻസ്, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്കിൽ നമുക്ക് 3 കണ്ടീഷൻസ് പഠിക്കാൻ. And those 3 conditions are the different classification of damped vibrations. This is very important because again this is crucial for numerical as well as theory content. 3 categorization of damped vibrations ഉണ്ട്.
ആ 3 കാറ്റഗറൈസേഷൻ ഏതാന്ന് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ഓവർ ഡാംഡ് കണ്ടീഷൻ. സെക്കൻഡ് വൺ, അണ്ടർ ഡാംഡ് കണ്ടീഷൻ. തേർഡ് വൺ, critically damped condition. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാംഡ് വൈബ്രേഷൻസിന്റെ 3 categorizations ആണ്. And all these categorizations depend upon this particular relation. ഈ റിലേഷൻസ്, ഈ ഓവർ ഡാംഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡാമ്പിങ് അധികമാക്കുക, അണ്ടർ ഡാംഡ് എന്ന് പറഞ്ഞാൽ ഡാമ്പിങ് ആവശ്യത്തിലാകട്ടി കുറവ്, ക്രിട്ടിക്കലി ഡാംഡ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് ആവശ്യമുള്ളത്. And all these conditions purely based on the value of zeta. ഈ zeta എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? This was damping ratio അല്ലെങ്കിൽ damping factor. Over damped conditions എന്ന് പറഞ്ഞാൽ when zeta becomes greater than 1. Zeta ന്റെ value always greater than 1 ആകുമ്പോൾ over damped condition. Under damped condition എന്ന് പറഞ്ഞാൽ when zeta becomes less than 1. And critically damped condition when zeta becomes equal to 1. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ആവശ്യമുള്ളത് നോട്ട് ചെയ്യണം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. Let's check out our case one. First case. One by one ആയിട്ട് നമുക്ക് നോക്കാം. Case one, over damped condition. Over damped vibration എന്ന് പറഞ്ഞാൽ value of zeta greater than 1 ആണ്. Look at this one. ഈ റിലേഷനിൽ if you put zeta greater than 1, what happens? ഈ സ്ക്വയർ റൂട്ടിനുള്ള വാല്യൂ എന്താ? When zeta is greater than 1, ഈ സ്ക്വയർ റൂട്ടിലെ zeta square minus 1 always greater than 1 ആയിരിക്കില്ല. That means this will be always positive. ആയിരിക്കില്ലേ? Value inside the root square root will be always greater than 1 or positive. That means altogether root of this value will be a positive value. മനസ്സിലാവുന്നുണ്ടോ? ഹലോ. Yes, sir. റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് ആണ് വരുന്നെങ്കിൽ നമ്മൾ പൊതുവെ എന്താണ് പറയുക? ഇൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യു ഹാവ് സ്റ്റഡി. റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ അവിടെ വരുന്നത് ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും. Since the value within the square root sign or the radical is a positive value here, ഈ കണ്ടീഷൻ ഓവർ ഡാംഡ് zeta greater than 1 എന്ന കണ്ടീഷൻ നമുക്ക് എന്ത് പറയാം? We obtain real roots. നമുക്കിവിടെ റിയൽ റൂട്ട്സ് ആണ് കിട്ടുക, ഇമാജിനറി ആയിട്ടുള്ള പോർഷനിൽ. കാരണം റാഡിക്കലിന്റെ ഉള്ളിലുള്ള സൈൻ ഈസ് പോസിറ്റീവ്. സോ വി ഒബ്റ്റെയിൻ റിയൽ റൂട്ട്സ്. റിയൽ റൂട്ട്സ് ആണെങ്കിൽ വി ഡെഫിനറ്റ്ലി ഹാവ് സ്പെസിഫിക് വാല്യൂസ് ഫോർ ആൽഫ 1 ആൻഡ് ആൽഫ 2. നമുക്കൊരു ആൽഫ 1 ഉണ്ടാവും, ഒരു ആൽഫ 2 ഉണ്ടാവും. ഇതിൽ ആൽഫ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനായിരിക്കും. This will be alpha 1. Plus or minus എടുത്ത് പ്ലസ് ഇട്ടാൽ മതി. ആൽഫ 1. ആൽഫ 2 എന്തായിരിക്കും? മൈനസ് ബീറ്റ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബീറ്റ സ്ക്വയർ മൈനസ് 1 into ഒമേഗ. This will be alpha 2. So alpha 1 a distinct value, alpha 2 another distinct value. Hence we can substitute both these value in the general solution. In the general solution. General solution substitute in the general solution x is equal to a into e raised to alpha 1 t
plus e into e raised to alpha 2. നമ്മൾ ഇങ്ങനെ ഒരു ജനറൽ സൊല്യൂഷൻ നേരത്തെ എഴുതിയതല്ലേ, ഓർമ്മയില്ലേ? Yes, sir. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് സംഭവിക്കും? ഇസ് ഈക്വൽ ടു a into e raised to, write this one, minus zeta plus square root of zeta square minus 1 into omega n multiplied by t plus b into e raised to, again this one, minus zeta minus zeta square minus 1 and square root into omega n. This is the general solution, x equal to e. So ഈ equation ഒരു നെയിം ഇടുക അല്ലെങ്കിൽ നിങ്ങൾ ബോക്സ് ചെയ്താൽ, what is this equation? X is equal to an equation. So that means this is a differential equation. So this is the solution for the differential equation for overdamped vibration. Still, നമ്മൾ തുടങ്ങിയത് എവിടെ നിന്ന് ആലോചിക്കണം. നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ ഇപ്പോൾ ഇത് തന്നെയാണ്, x ഡബിൾ ഡോട്ട് പ്ലസ് c by m into x dot plus a by m into x equal to 0 ആണ്. This is the general equation for damped vibration. ആ damped vibrationൽ ഓവർ ഡാംഡ് കേസ് ആണെങ്കിൽ zeta greater than 1 ആവും. zeta greater than 1 ആവുമ്പോഴാണ് നമുക്ക് ഈ രീതിയിൽ സൊല്യൂഷൻ കിട്ടുന്നത്. So of alpha 1 and alpha 2. Alpha 1 and alpha 2 നമ്മൾ ജനറൽ സൊല്യൂഷൻ ഇടുമ്പോഴാണ് ഈ ഇക്വേഷന്റെ ഓവർ ഡാംഡ് കേസിലുള്ള സൊല്യൂഷൻ ആയിട്ട് ഇത് കിട്ടുന്നത്. Look at this solution. This solution, there is no sign value or cos value. So that means this solution is not dependent upon any of the trigonometric functions. Sin അല്ലെങ്കിൽ cos value ഇല്ലെങ്കിൽ, okay, this does not have sin or cos value. That means this is an aperiodic function. Aperiodic function എന്ന് പറഞ്ഞാൽ എന്താ? നോൺ പീരിയോഡിക് ആണ്. നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ? നോ വൈബ്രേഷൻ എന്നാണ്. വൈബ്രേഷൻ എന്താന്നുള്ളത് ആദ്യമേ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. The motion which repeats itself after a particular interval of time. അതാണ് ഫണ്ടമെന്റൽ ഡെഫിനിഷൻ ഓഫ് വൈബ്രേഷൻ. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതൊരു പീരിയോഡിക് മോഷൻ ആയിരിക്കണം. സോ ഇവിടെ പീരിയോഡിക് മോഷൻ അല്ല എന്നാണ് പറയുന്നത്. ദിസ് മോഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ എ വൈബ്രേഷൻ. എങ്ങനെയാണ് പീരിയോഡിക് ഫംഗ്ഷൻ അല്ല എന്ന് പറയുന്നത്? ബിക്കോസ് ദിസ് സൊല്യൂഷൻ ഫോർ ദ ജനറൽ ഇക്വേഷൻ, നമ്മളുടെ ഫസ്റ്റ് ഗവേണിംഗ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് ഓവർ ഡാംഡ് കേസിൽ കിട്ടിയ സൊല്യൂഷൻ ഇതാണ്. ഈ സൊല്യൂഷനിൽ സൈനോ കോസ് വാല്യൂ, അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇല്ല. ദാറ്റ് മീൻസ് ദിസ് ഈസ് നോട്ട് എ പീരിയോഡിക് ഫംഗ്ഷൻ. അപ്പൊ ഇത് നോ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക്കലി മീനിങ് ഈസ് വൈബ്രേഷൻസ് കനോട്ട് കണ്ടിന്യൂ.
the vibrations will immediately cease. പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. അതായത് ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണല്ലോ. ഈ സാധനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് മെയിൻ പൊസിഷൻ ഇങ്ങോട്ട് ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഈ ഡിസ്പ്ലേസ്മെന്റ് പെട്ടെന്ന് തന്നെ 0 ആയി മാറും. ഇതിന്റെ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ഊഞ്ഞാലിൽ ആടുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ ആടിക്കൊണ്ട് പെട്ടെന്ന് ഒരാളെന്ന് ആ ഊഞ്ഞാൽ പിടിച്ചു നിർത്തി സഡൻലി ഊഞ്ഞാലിന്റെ ആ ടു ആൻഡ് ഫ്രോ മോഷൻ നിൽക്കൂലേ? അതാണ് ഇത് ഓവർ ഡാമ്പിങ്. ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ അറസ്റ്റിംഗ് ദ വൈബ്രേഷൻസ് ആ. അത് ഓവർ ആയിട്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് ദ മോഷൻ വിൽ സഡൻലി സീസ് ടു എക്സിസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ Sir. Yes, sir. അതേ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? Yes, sir. Yes, sir. So over-damped condition case, if you plot a graph, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഇങ്ങോട്ട് ആംപ്ലിറ്റ്യൂഡ് ആണ് നോക്കുക. ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ആണ് നോക്കുക. ആക്സിസിലേക്ക് ഇങ്ങോട്ട് ടൈം ആണ് നോക്കുക. ഓവർ-ഡാംപ്ഡ് കണ്ടീഷനിലെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? അതായത് ഓൾമോസ്റ്റ് ഇങ്ങനെ. താഴേക്ക് വരുന്നത്. അതായത് ഈ ലെവൽ എന്ന് പറഞ്ഞാൽ എക്സ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. പക്ഷെ അതിൽ നിന്ന് ആസ് ടൈം പാസസ് ഓൺ ദിസ് വിൽ സ്റ്റാർട്ട് ഓർ ഇറ്റ് വിൽ കം ടു 0. ഈ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു അത് പെട്ടെന്നാണ് കുറയുക. കാരണം ഓവർ ആയിട്ട് നമ്മൾ ഡാമ്പിങ് കൊടുക്കുന്നുണ്ട്. ഒരു ട്യൂണിംഗ് ഫോർക്കിനെ പോലെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈകൊണ്ട് പിടിച്ചെന്ന് സംഭവിക്കാം. അതിന്റെ വിറയിൽ നിൽക്കും. അതിന് ഇത് I hope this is clear for you. Clear അല്ലേ ഇത്? Condition for over damping. Yes, sir. ഗ്രാഫ് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. Now let us move on to our second case. Under damped vibration. ഇവിടെ ജസ്റ്റ് remember നമ്മളുടെ ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ ഡാംപ്ഡ് വൈബ്രേഷൻ എന്തായിരുന്നു? x ഡബിൾ ഡോട്ട് പ്ലസ് v ബൈ m x ഡോട്ട് പ്ലസ് k ബൈ m x ഈക്വൽ ടു 0. ഇതിന്റെ മോഡിഫൈഡ് രൂപമായിരുന്നു x ഡബിൾ ഡോട്ട്. ഓക്കെ, നമുക്ക് ഇനി ജനറൽ ഇക്വേഷൻ ഈ രീതിയിൽ എഴുതണം. നമുക്ക് മോഡിഫൈഡ് രീതിയിൽ എഴുതാം. കാരണം ഡാമ്പിംഗ് ഫാക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. So let us write it in this way. X double dot plus 2 zeta omega n x dot plus omega n square x equal to 0. And ഇതിന്റെ സൊല്യൂഷൻ എന്തായിരുന്നു? Solution for this one was x is equal to a e raised to alpha 1t plus b e raised to alpha 2t. Where alpha 1 2 was minus zeta minus plus or minus or root of zeta minus 1 zeta square minus 1 multiplied by omega n. ഇതാണ് ഫണ്ടമെന്റൽ തിങ്സ്. അണ്ടർ ഡാംപ്ഡ് വൈബ്രേഷന്റെ കേസിൽ എന്താ? zeta is becoming less than 1.
When zeta is less than 1, what will happen? Look at this radical or the term under the radical. This square root നമ്മൾ radical എന്ന് പറയും. ഇതിലെ term എന്താവും? What happens? If zeta is less than 1, ഈ term, ഈ റൂട്ടിന്റെ ഉള്ള term എന്താവും? നെഗറ്റീവ് അല്ലേ ആവുക? Yes. That means ഈ കേസ് ഇവിടെയുള്ള റൂട്ട് എന്താവും? ഇമാജിനറി ആവില്ലേ? Yes, sir. ഇമാജിനറി റൂട്ട്സ് ആവും. ഇമാജിനറി റൂട്ട്സ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഫോർ എക്സാമ്പിൾ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. റൂട്ട് ഓഫ് -4 ആണെങ്കിൽ എന്താ നമ്മൾ എഴുതുന്നത്? റൂട്ട് ഓഫ് -4 നമ്മൾ റൂട്ട് ഓഫ് -2 അല്ലല്ലോ, എന്താ എഴുതാം? 2i. Correct. I into root of 4. This becomes I into 2. 2i വരും. Correct. So imaginary roots ആണെങ്കിൽ നമ്മളപ്പോൾ അതായത് ഈ റാഡിക്കൽ നമ്മളപ്പോൾ എങ്ങനെ എഴുതണം? അതായത് റൂട്ട് ഓഫ് ബീറ്റാ സ്ക്വയർ -1 ഈ ടേം നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഇതിനെ ഇനി നമ്മൾ എങ്ങനെ എഴുതണം? I into root of beta square -1 എന്ന് എഴുതണം. Since roots are imaginary. ഇവിടെ ഇമാജിനറി റൂട്ട്സ് ആണ്. Hence alpha 1, 2 now becomes what? Minus zeta plus or minus I into square root of beta square -1 multiplied by omega n. So അങ്ങനെയാകുമ്പോൾ ഇനി നമ്മളുടെ ഈ ജനറൽ സൊല്യൂഷൻ എന്തായി മാറും? ജനറൽ സൊല്യൂഷൻ ഇതെന്തായി മാറും? x is equal to a into e raised to ആദ്യം minus zeta plus I into square root of beta square -1 multiplied by omega n into t plus b into e raised to minus zeta minus I into square root of beta square -1 into omega n. അല്ലേ? Yes, sir. ഇത് നമുക്ക് ഒന്നും കൂടി വേണ്ടിക്കൊന്ന് ഇലാബറേറ്റ് ചെയ്തേക്കാം. അതായത് x equal to a into e raised to ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം minus zeta omega n t plus I into square root of beta square -1 omega n t plus b into e raised to ഇവിടെയാണ് minus zeta omega n t minus I into square root of beta square -1 omega n. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു e raised to minus zeta omega n t e raised to minus zeta omega n t കോമൺ ആയിട്ട് എടുത്തൂടെ? e raised to minus zeta omega n t കോമൺ ആയിട്ട് എടുത്താൽ x is equal to e raised to minus zeta omega n t multiplied by a into e raised to I square root of beta square -1 omega n t plus b into e raised to I into square root of beta square -1 omega n t. ഇവിടെ minus ഉണ്ട്. This is what will be left out. ഇതിൽ ഒരു I am going to make an important substitution. ആ substitution എന്ന് പറഞ്ഞാൽ square root of
zeta square minus 1 into omega n. ഈ ടേം ഈക്വൽ ടു ഒമേഗ ഡി എന്ന് എഴുതാം. Omega d is the natural frequency of damped vibration. That is square root of zeta square minus 1 into omega n എന്നുള്ളത് ഞാൻ ഒമേഗ ഡി ആയിട്ട് എടുക്കുന്നു. സോ ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഇസ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഡാംപ്ഡ് വൈബ്രേഷൻ. ഇങ്ങനെയാണെങ്കിൽ now what will be the equation for x? X എന്തായിരിക്കും? X will be equal to e raised to minus zeta omega n t multiplied by a into e raised to I omega d t plus b into e raised to minus I omega d t. Clear ആണോ? ഇത്രയും ക്ലിയർ ആണോ? Yes, sir. വീണ്ടും ഇന്ന് തേർഡ് അവറും കൂടിയുണ്ട് നമുക്ക്. സോ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കണ്ടിന്യൂഷൻ തേർഡ് അവറിൽ എടുക്കാം. എടുക്കട്ടെ.